ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസ്റ്റ് റീസൺലി യൂസ്ഡ് അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു അൽഗോരിതത്തിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ഈ റീപ്ലേസ്മെന്റ് നടത്തുന്നത് ഒരുപാട് യൂസ് വരാതെ അവിടെ മെമ്മറിയിൽ കുറെ നാളായിട്ട് ഇരിക്കുന്നതിനെ പിടിച്ചിട്ടാണ് മാറ്റുന്നത്. ദാറ്റ് മീൻസ് ഒരിക്കലും അത് ഫസ്റ്റ് ഔട്ട് പോലെ ആദ്യം വന്നതിനെയല്ല, യൂസിനാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഈ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ 12 റെഫറൻസ് സ്ട്രിംഗ് വരുന്നുണ്ട്. അതിനെ നമ്മൾ 4 ഫ്രെയിംസ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റില് പേജ് വരും. ഫസ്റ്റ് പേജ് വരുമ്പോൾ ഇനീഷ്യലി മെമ്മറി എല്ലാം എംപ്റ്റി ആണ്. അപ്പൊ ഇവിടെ പേജ് ഫോൾട്ട് വന്നു. ദാറ്റ് മീൻസ് മിസ് വന്നു. 1 എന്നുള്ള പേജിനെ ഫസ്റ്റ് സ്ലോട്ടിലോട്ട് അലോക്കേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് സെക്കൻഡ് പേജ് ആണ്. അത് വരുന്ന സമയത്തും ഇവിടെ പേജ് ഫോൾട്ട് വന്നു. അത് കാരണം പേജ് മിസ്. ദെൻ ഫസ്റ്റ് പേജ് അങ്ങനെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ പേജിനെ അലോക്കേറ്റ് ചെയ്തു. ദെൻ 3 എന്നുള്ള പേജ് വരുന്ന സമയത്തും മെമ്മറിയിൽ ഇല്ല, അതുകൊണ്ട് പേജ് ഫോൾട്ട് വന്നു. ദെൻ 1 2 3. ദെൻ അടുത്ത പേജ് വരുന്ന സമയത്ത് 4th പേജ് വരുമ്പോഴും അത് മെമ്മറിയിൽ ഇല്ലാത്തത് കാരണം വീണ്ടും പേജ് മിസ് വന്നു. 1 2 3 4. ഇനി നെക്സ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ റീപ്ലേസ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് 5th പേജ് വരികയാണ്. 5th പേജ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ദാറ്റ് മീൻസ് ഇവിടെ പേജ് ഫോൾട്ട് വന്നു. ഇനി എങ്ങനെയാണ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് നോക്കാം. ഈ വന്നിരിക്കുന്ന പേജസിനെ ചെക്ക് ചെയ്തിട്ട് ഇതിൽ അധികം നാളായിട്ട് ഉപയോഗിക്കാതെ ഏറ്റവും ഉപയോഗമില്ലാതെ കിടക്കുന്നത് ഏതാണോ ഫസ്റ്റിൽ വന്ന പേജ്, അതായത് ഈ പേജിനാണ് അധികം യൂസ് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേജിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം അവിടേക്കാണ് നമ്മൾ 5 എന്നുള്ള പേജിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള പേജസ് എല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് 1 എന്നുള്ള പേജാണ്. 1 എന്നുള്ള പേജ് വന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 1 എന്നുള്ളത് മെമ്മറിയിൽ ഇല്ല. ദാറ്റ് മീൻസ് അവിടെ പേജ് ഫോൾട്ട് വന്നു. ദാറ്റ് മീൻസ് ഇവിടെ പേജ് മിസ് എന്നുള്ളത് വന്നു. ഇനി നമുക്ക് 1നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 5 ആണ്. അപ്പൊ അതിന് ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സീരീസ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 1നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. 5 ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്നതാണ്. ദെൻ 4 ഉണ്ടോ ഇതിനകത്ത്, 4ഉം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ദെൻ 3 നോക്കുമ്പോൾ 3ഉം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ 2 ആണുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും മുന്നേ വന്ന് കിടക്കുന്നത് ആരാണ്? ലീസ്റ്റ് റീസൺലി യൂസ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ 2 എന്നുള്ള പേജാണ്. അപ്പൊ 2 എന്നുള്ള പേജിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ 1നെ അലോക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ വരും. ദെൻ നെക്സ്റ്റ് 3 എന്നുള്ള പേജാണ്. 3 എന്നുള്ള പേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മെമ്മറിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. ഹിറ്റ് സംഭവിച്ചു. ബാക്കിയുള്ള എല്ലാ പേജസും അതുപോലെ അങ്ങ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് 1 എന്നുള്ള പേജ്. 1 എന്നുള്ള പേജ് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ഫ്രെയിമിനകത്ത് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു പേജസ് എല്ലാം നമുക്ക് അതുപോലെ അങ്ങ് കോപ്പി ചെയ്യാം. ദെൻ നെക്സ്റ്റ് 6 എന്നുള്ള പേജ്. 6 എന്നുള്ള പേജ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് പേജ് ഫോൾട്ട് വന്നു. 6 എന്നുള്ള പേജ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ലീസ്റ്റ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത് ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് ഉള്ള മൂവ്മെന്റ് ആണ് നോക്കുന്നത്. ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്നത് മോസ്റ്റ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തതാണ്. ദെൻ 3 എടുക്കുന്ന സമയത്ത് അതും വന്നിട്ടുണ്ട്. ദെൻ 1ഉം ഓൾറെഡി നമ്മളിവിടെ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തു. വീണ്ടും വന്നത് 5 ആണ്. 5ഉം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് 4 എന്നുള്ള പേജ് ആണ്. അപ്പൊ നമ്മളിവിടെ 4നെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ 6നെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. 1 5. ബാക്കിയുള്ളതെല്ലാം അതുപോലെ കോപ്പി ചെയ്യും. ഇനി നെക്സ്റ്റ് 3 എന്നുള്ള പേജാണ് വരുന്നത്. 3 എന്ന് വരുമ്പോൾ ഇവിടെ 3rd ഫ്രെയിമിൽ 3 എന്നുള്ള പേജ് ഓൾറെഡി അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് അവിടെ ഹിറ്റ് ആണ് സംഭവിച്ചത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്ത് എഴുതാം. ദെൻ സെക്കൻഡ് പേജ്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് പേജ് ആണ്. സെക്കൻഡ് പേജ് വരുന്ന സമയത്ത് ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് പേജ് ഫോൾട്ട് വന്നു, പേജ് മിസ് വന്നു. അപ്പോൾ ഇനി നമുക്ക് 2 എന്നുള്ള പേജിനെ അലോക്കേറ്റ് ചെയ്യണം. 2 എന്നുള്ള പേജിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്വേർഡ് നോക്കുന്ന സമയത്ത് അടുത്ത് വന്നിട്ടുള്ളത് 3 മോസ്റ്റ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തതാണ്. 6 എന്നുള്ളതും യൂസ് ചെയ്തു. ദെൻ 1 യൂസ് ചെയ്തു. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? 5 എന്നുള്ള പേജാണ്. അപ്പോൾ 5നെ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 2നെ അലോക്കേറ്റ് ചെയ്തു. ദെൻ ബാക്കിയുള്ളതെല്ലാം അതുപോലെ കോപ്പി ചെയ്തു. ദെൻ നെക്സ്റ്റ് 3 എന്നുള്ള പേജാണ്. 3 എന്നുള്ള പേജ് ഇവിടെ 3rd ഫ്രെയിമിൽ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതേപോലെ അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് എത്ര പേജ് ഫോൾട്ട് ഉണ്ടായി നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഈക്വൽ ടു 1 2 3 4 5 6 7 8.
8 പേജ് ഫോൾട്ട് ആണ് ഉണ്ടായത്. അതിൽ തന്നെ മിസ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് എത്ര ഫോൾട്ട് ഉണ്ടായോ ഡിവൈഡിങ് ബൈ എത്ര റെഫറൻസ് ആയിരുന്നു എന്നുള്ളതാണ്. 12 റെഫറൻസസ് ആണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ മിസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇതിനകത്ത് എത്ര ഹിറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഹിറ്റ് ഇസ് ഈക്വൽ ടു 1 2 3 4 ഡിവൈഡിങ് ബൈ 12. ഇതാണ് അതിലെ ഹിറ്റ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയാണ് ലീസ്റ്റ് റീസൺലി യൂസ്ഡ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.